ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വ്ളോഗിലൂടെ ഒരു കാര്യം കാണിച്ചു തരാൻ പോവാം. നമ്മൾ പണ്ടത്തെ ഒരു കാര്യം, ഒരു നൊസ്റ്റു ഫീലിംഗ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ അതെന്തായാലും വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. ഒരു 10-13 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണ് പറയുക. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ആത്തച്ചക്ക എന്ന് പറയൂ, പിന്നെ സീതാപ്പഴം, അങ്ങനെ 2 പേരിലും പറയും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര്, എങ്ങനെ ഇതറിയപ്പെടുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതത്ര പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും. നല്ല ശക്തിയിൽ കൊമ്പിലൊട്ടി നിൽക്കുന്ന ഒരു പഴമാണ്. അപ്പോൾ ഞാനത് പൊട്ടിച്ചെടുത്ത് ഏകദേശം ഒരു 10-25 നമ്മൾ മരത്തുമ്മൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴുക്കാനായിട്ടുള്ള ഒന്നെടുത്തിട്ട് നമ്മൾ പണ്ട് അരിയിലൊക്കെ ഇങ്ങനെ മൂടി വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇതെല്ലാം താനേ പ്രകൃതിയാൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണിതെല്ലാം. ഞാനതെടുത്ത് നമ്മൾ പണ്ടെല്ലാം വെക്കുന്ന പോലെ തന്നെ അരിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പഴുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതാ അരിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ആത്തച്ചക്ക എടുക്കാൻ പോവാണ്. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടായതായതുകൊണ്ട് നമ്മളത് മുറിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്ത്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും സൈസ് വളരെ കുറഞ്ഞതാണത്. അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഉണ്ടായത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. എല്ലാവർക്കും ഭയങ്കര രസമാണ് വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ട് അത് കഴിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്